ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 34 തിരുലിഖിതം. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നരുളി ചെയ്ത രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ജെറമിയ പ്രവചനത്തിൽ 30 അധ്യായത്തിൽ 6 തിരുലിഖിതം. പുരുഷന് പ്രസവവേദനയുണ്ടാകുമോ എന്ന് ചോദിച്ചറിയുവിൻ. ഈറ്റുനോവ് പിടിച്ച സ്ത്രീയെ പോലെ പുരുഷന്മാരെല്ലാവരും നടുവിന് കയ്യും കൊടുത്ത് നിൽക്കുന്നതും എല്ലാവരുടെയും മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നത് എന്തുകൊണ്ട്? പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലിഖിതം ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ, ഈ ലോകത്തിൻ്റെ ഗതിയുടെ ഒരു നിർണായക നിമിഷത്തിൽ അനേകം വ്യക്തികളുടെ അവസ്ഥയെ ചിത്രീകരിച്ചിരിക്കുകയാണ്. പുരുഷന് പ്രസവവേദന ഉണ്ടാകുമോ എന്ന് ചോദിച്ചറിയുവിൻ. എന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ പ്രവാചകൻ ഇതാ ഒരു ദൃശ്യം വിവരിക്കുകയാണ്. ഇതാ അനേകം പുരുഷന്മാര് ഈറ്റുനോവ് പിടിച്ച സ്ത്രീയെ പോലെ പുരുഷന്മാരെല്ലാവരും നടുവിന് കയ്യും കൊടുത്ത് നിൽക്കുന്നതും എല്ലാ മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ ഈ കാണുന്നത് എന്തുകൊണ്ട് എന്ന് ഇതാ പ്രവാചകൻ ആദിയോടെ ചോദിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ദൈവത്തിൻ്റെ അരൂപിയുടെ അഭിഷേകം നമ്മുടെ മേൽ നിറയാൻ പ്രാർത്ഥിക്കാം. ഓരോ വചനം കേൾക്കുമ്പോൾ ഓരോ വചനം ദൈവത്തിൻ്റെ അത്ഭുത വെളിപാടായി രൂപാന്തരപ്പെടണം, അരൂപിയുടെ പ്രവർത്തനമായി രൂപാന്തരപ്പെടണം, സ്വർഗത്തിൻ്റെ അഭിഷേകമായി രൂപാന്തരപ്പെടണം, ജീവിതത്തെ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ കൃപയായി ഇത് രൂപാന്തരപ്പെടണം. അതിനുവേണ്ടി എല്ലാ ദൈവമക്കളും ആഗ്രഹിക്കട്ടെ. പ്രിയ മകനെ, ഒരുപക്ഷെ ജീവിതയാത്രയിൽ എവിടെയെങ്കിലും വെച്ച് ഹൃദയം ദുർബലമാവുകയും മദ്യാസക്തി, ജീവിത വ്യഗ്രത, സുഖലോലുപത ഇവിടെ പിടിയിലമർന്ന് ഇന്ന് സെക്കുലർ മനുഷ്യനായി, ജഡപ്രകാരമുള്ള മനുഷ്യനായി, ആത്മീയ കാര്യങ്ങളോട് താല്പര്യം കുറഞ്ഞ് ഒരു മന്ദതയിലായിരിക്കാം, വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷമായിരിക്കാം, ദൈവിക കാര്യങ്ങളിൽ താല്പര്യം കുറഞ്ഞൊരു അവസ്ഥയിലൂടെ ആയിരിക്കാം ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും പ്രിയ മകനെ, പ്രിയ മകളെ, ഇപ്പോൾ നിന്റെ ഉള്ളിൽ ദൈവം തരുന്ന ആ ചെറിയ പ്രേരണ അതിനെ ഉത്തേജിപ്പിച്ച് സർവശക്തിയോടുകൂടി ദൈവത്തെ ആരാധിക്കുക. കർത്താവിന് ഇപ്പോൾ നിന്റെ ഉള്ള ആ കുഞ്ഞ് ആ ഒരു നിക്ഷേപത്തെ വലിയൊരു കാഴ്ചയായി, വലിയൊരു അഭിഷേകമായി, വലിയൊരു സമ്പത്തായി രൂപാന്തരപ്പെടുത്താൻ, വിശ്വാസ സമ്പത്തായി രൂപാന്തരപ്പെടുത്താൻ കർത്താവിന് കഴിയും. 2 കരങ്ങൾ ഉയർത്തുക. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കട്ടെ. കുഞ്ഞു മക്കളും ഇപ്പോൾ പ്രാർത്ഥിക്കുക. മക്കളെ പ്രാർത്ഥിക്കുക, കുട്ടികളെ പ്രാർത്ഥിക്കുക. മാതാപിതാക്കന്മാരുടെ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അഭിഷേകം കിട്ടും. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഈ കുടുംബങ്ങളിലേക്ക് ആത്മാവിനെ നിവേശിപ്പിക്കണമേ. ഈ സമൂഹങ്ങളിലേക്ക് അങ്ങയുടെ കൃപയുടെ ആത്മാവിനെ വർഷിക്കണമേ. വലിയൊരു അഭിഷേകം ഈ മണിക്കൂറിൽ പ്രിയപ്പെട്ട മക്കൾക്കായി തുറക്കണമേ. ദൈവമേ, ലോകം മുഴുവനും ഈ വചനങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി, ഈ വചനങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അവിടുന്ന് ഉണർത്തിയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും കൃപയുടെയും സമാധാനത്തിൻ്റെയും ആത്മാവ് നിറയട്ടെ. വിടുതലിൻ്റെയും വിശ്വാസത്തിൻ്റെ ആത്മാവ് നിറയട്ടെ. അഭിഷേകത്തിൻ്റെയും ശക്തിയുടെ ആത്മാവ് നിറയട്ടെ. വചനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെ ആത്മാവ് നിറയട്ടെ. സൗഖ്യത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ തക്കവണ്ണം വചനത്തിൻ്റെ ശക്തി കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും അത്ഭുതാഭിഷേകത്തോടെ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. എല്ലാ മന്ദതയും യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. എല്ലാ എതിർചിന്തകളെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജെറമിയായുടെ പുസ്തകം 30 അധ്യായം 6 തിരുലിഖിതം. പുരുഷന് പ്രസവവേദനയുണ്ടാകുമോ എന്ന് ചോദിച്ചറിയുവിൻ. ഈറ്റുനോവ് പിടിച്ച സ്ത്രീകളെ പോലെ
പുരുഷന്മാരെല്ലാവരും നടുവിന് കയ്യും കൊടുത്ത് നിൽക്കുന്നതും എല്ലാ മുഖവും വിളറിയിരിക്കുന്നതും എന്തുകൊണ്ട്? രക്ഷയുടെ ദിനത്തെക്കുറിച്ച്, കർത്താവ് സന്ദർശിക്കുന്ന ദിനത്തെക്കുറിച്ച്, യുഗാന്ത്യത്തെക്കുറിച്ചുള്ള വെളിപാടുകളിൽ ദൈവം നൽകുന്ന ഒരു ദൃശ്യമാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും, ഓരോ സെക്കൻഡും എങ്ങനെ ചിലവഴിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അന്നത്തെ നമ്മുടെ നിൽപ്പ്. ഇന്ന് എൻ്റെ ജീവിതം എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോളാം, എന്നെ ആരും പഠിപ്പിക്കാനൊന്നും വരണ്ട, എനിക്കറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട, എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും, ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് അനുവാദമുണ്ടോ? ഇത് ഞാൻ നിങ്ങൾ ഗവനിക്കേണ്ട ഒരു വിഷയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ പേരാണ് തന്നിഷ്ട പ്രകൃതി. അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ പേരാണ് തൻ്റെ സ്വഭാവം, താൻ തോന്നിത്തം. അങ്ങനെയുള്ള ജീവിത സ്വഭാവത്തിൻ്റെ പേരാണ് വഷള സ്വഭാവം. ഞാനും നിങ്ങൾ വഷളത്വത്തിൻ്റെ പിടിയിൽ അമർന്നിട്ടുണ്ടോ? ഞാനും നിങ്ങൾ താൻ തോന്നിയ സ്വഭാവത്തിൻ്റെ പിടിയിൽ അമർന്നു പോയോ? അവനവൻ ദൈവസന്നിധിയിലിരുന്ന് ബോധമുള്ള കാലത്ത് ആത്മപരിശോധന നടത്തണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ സ്വാതന്ത്ര്യമുള്ളവരായി സൃഷ്ടിച്ചു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 15-ാം അധ്യായം 14 മുതലുള്ള തിരുലിഖിതങ്ങൾ മനുഷ്യനെ ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുകയാണ്. ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യവും നൽകി. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് നിനക്കെടുക്കാം. ജീവനും മരണവും നിന്റെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് നിനക്കെടുക്കാം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ഇതാ ജീവനും മരണവും ഇരിക്കുകയാണ്, നന്മയും തിന്മയും ഇരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ദൈവം നമ്മളെ സ്വാതന്ത്ര്യമുള്ളവരായി ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള നന്മകളിൽ മഹോന്നതമായ ഒരു നന്മയാണ് സ്വാതന്ത്ര്യം. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, ഈ ഭൂമിയിൽ ദൈവം എല്ലാം സൃഷ്ടിച്ച് അവയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തോ? പുഴയെ സൃഷ്ടിച്ചു, പുഴയ്ക്ക് ഒഴുകി ഒഴുകി പോകാമെന്നല്ലാതെ അതിന് സ്വാതന്ത്ര്യമുണ്ടോ? അതിന് കുറച്ച് സമയം കഴിയുമ്പോൾ തോന്നുകയാണ് ഈ മലയുടെ മുകളിലേക്ക് ഒന്ന് ഒഴുകണം. സാധിക്കുമോ? ആ പുഴയ്ക്ക് താഴ്ന്ന ഭാഗത്തേക്ക് ഒഴുകി പോകുക എന്നല്ലാതെ മറ്റ് നിവൃത്തിയില്ല, സ്വാതന്ത്ര്യമില്ല. സൂര്യനെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, എന്നും ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഒരു ദിവസം ഒന്ന് കടന്നുറങ്ങണം എന്ന് വിചാരിച്ചാൽ സാധിക്കുമോ? ഒരു ദിവസം ഇനി പ്രകാശം കൊടുക്കുന്നില്ലെന്ന് വിചാരിച്ചാൽ സാധിക്കുമോ? അതിൻ്റെ സൃഷ്ടാവ് ആദിയിൽ അതിന് എന്ത് കൽപ്പന നൽകിയോ ആ കൽപ്പന അത് ക്രമം തെറ്റാതെ അനുസരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭൂമിയെ സൃഷ്ടിച്ച് ഒരു ഭ്രമണപഥത്തിലാക്കിയിട്ട് കറങ്ങാൻ പറഞ്ഞു. ഇതാ ഭൂമി അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു സെക്കൻഡ് പോലും തെറ്റിക്കാതെ, അനുസരണക്കേട് കാണിക്കാതെ അത് സ്ഥിരമായി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമിക്ക് അതല്ലാതെ വേറെ നിവൃത്തിയില്ല. നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചു. നക്ഷത്രങ്ങളെ സ്ഥിതി ചിന്തിച്ച് നോക്ക്, അതിനെന്നിങ്ങനെ മിന്നി പ്രകാശിച്ചുകൊണ്ടിരിക്കുക. അതല്ലാതെ അതിനെന്ത് നിർദ്ദേശം കൊടുത്തുവോ ആ നിർദ്ദേശം അതാണ് ഇവിടെ തെറ്റിക്കാതെ അനുസരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ അനുസരണത്തിന് എന്തെങ്കിലും മെറിറ്റ് ഉണ്ടോ? അതിന് മെറിറ്റില്ല. കാരണം അതിന് വേറെ സ്വാതന്ത്ര്യം ഇല്ല. പ്രകാശിക്കുക എന്നത് അതിനോട് കൽപ്പിച്ചു, അത് തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് നമ്മൾ ബൈബിളിൽ ബാറൂക്കിന്റെ പുസ്തകത്തിൽ ഒരു പ്രബോധനം നമ്മൾ കാണുന്നുണ്ട്. ബാറൂക്കിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 34-ാം തിരുലിഖിതം. നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അവിടുന്ന് അവയെ വിളിച്ചു, ഇതാ ഞങ്ങൾ എന്ന് അവ പറഞ്ഞു. തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി അവ സന്തോഷപൂർവം മിന്നിത്തിളങ്ങി.
ഈ നക്ഷത്രങ്ങൾ അതിനെ സൃഷ്ടിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി സന്തോഷപൂർവ്വം മിന്നിത്തിളങ്ങി ഇതാ ഞങ്ങൾ എന്ന് പറഞ്ഞ് അത് എപ്പോഴും തങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ മഹത്വത്തിന് വേണ്ടി മിന്നിത്തിളങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അതിന് മെറിറ്റില്ല. അങ്ങനെ മിന്നിത്തിളങ്ങി എന്ന് വിചാരിച്ച് അതിന് സമ്മാനമായി സ്വർഗം കൊടുക്കും എന്നൊരു സ്ഥലത്തും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. കാരണം എന്താ? അതിന് സ്വാതന്ത്ര്യമില്ല. സൂര്യൻ മിന്നിത്തിളങ്ങുന്നു, അതിന് സ്വർഗം കൊടുക്കുമെന്ന്, അങ്ങനെ മിന്നിത്തിളങ്ങിയതുകൊണ്ട് സ്വർഗം കിട്ടുമെന്ന് ഒരു പ്രബോധനം നമുക്ക് ലഭിച്ചിട്ടില്ല. എന്താ കാരണം? അതിന് സ്വാതന്ത്ര്യമില്ല. പുഴ ഒഴുകുന്നു, കാറ്റ് വീശുന്നു, അതങ്ങനെ പോകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ നമ്മുടെ ദൈവം നമ്മളെ സ്വർഗത്തിൽ പ്രതിഫലമുണ്ടാകാൻ തക്കവണ്ണമുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഉടമകളായി സൃഷ്ടിച്ചു. ഇതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ CCC ഇതിൽ 1730 ഖണ്ഡികയിൽ സഭ ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി ലോകത്തിലെ മക്കളെ പഠിപ്പിക്കുകയാണ്. സ്വന്തം പ്രവൃത്തികൾ തുടങ്ങാനും നിയന്ത്രിക്കാനും നിർത്താനും കഴിവുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ മഹാത്മ്യം നൽകിക്കൊണ്ട് ബുദ്ധിശക്തി ഉള്ളവനായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. മനുഷ്യൻ അവൻ്റെ തന്നെ ആലോചനാ ശക്തിയുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് വേണമെങ്കിൽ നമ്മളെ ഒരു കളിപ്പാവയെ പോലെ സൃഷ്ടിക്കാമായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം എന്ത് വിചാരിക്കുന്നോ അതേപോലെ നമ്മൾ നടക്കണം. വേണമെങ്കിൽ അങ്ങനെ സൃഷ്ടിക്കാമായിരുന്നു. അങ്ങനെ സൃഷ്ടിച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല, നമ്മുടെ പ്രവൃത്തികൾക്ക് വിലയില്ല. ഈ വചന മതബോധന ഗ്രന്ഥത്തിൽ 49 ഖണ്ഡികയിൽ ഇതാ സഭ പഠിപ്പിക്കുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യം ചുരുക്കുകയോ നമ്മെ അവിടുത്തെ ശാശ്വത പദ്ധതികളിൽ കേവലം പാവകളാക്കുകയോ ചെയ്യാതെയാണ് നമ്മുടെ കാര്യങ്ങളെ ദൈവം പരിപാലിക്കുന്നത്. ദൈവത്തിൽ നാം ജീവിക്കുകയും ചലിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. എങ്കിലും നാം സ്വാതന്ത്ര്യമുള്ളവരാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ബെനഡിക്റ്റ് പാപ്പ ഈ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുകയാണ്, നമ്മുടെ സ്വാതന്ത്ര്യത്തെ ചുരുക്കുകയോ നമ്മുടെ ജീവിതത്തെ കേവലം ഒരു പാവയാക്കി മാറ്റുകയോ ചെയ്യാതെയാണ് ദൈവം നമ്മുടെ ജീവിതത്തെ സ്വാതന്ത്ര്യമുള്ളതായി സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിന് ദൈവം നൽകുന്ന മഹോന്നതമായ ഒരു ദാനമാണ് സ്വാതന്ത്ര്യം. അപ്പോസ്തല പ്രവർത്തനത്തിൽ 17 അധ്യായം 28 വാക്യം പഠിപ്പിക്കുകയാണ്, നാം ദൈവത്തിൽ ചലിക്കുകയും ചരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. പക്ഷേ ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നില്ല. ഇത് സങ്കീർത്തന പുസ്തകത്തിൽ 8 അധ്യായത്തിൽ 4 മുതലുള്ള തിരുലിഖിതങ്ങളിൽ നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തലുകളുണ്ട്. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്ത് മേന്മയുണ്ട്, അവിടുത്തെ പരിഗണന ലഭിക്കാൻ മർത്യപുത്രന് എന്ത് അർഹതയാണുള്ളത്. എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. അങ്ങ് സ്വന്തം കരവേളകൾക്ക് മേൽ അവന് ആധിപത്യം നൽകി, എല്ലാറ്റിനെയും അവൻ്റെ പാദത്തിൻ കീഴിലാക്കി. ദൈവം സൃഷ്ടിച്ചിട്ട് എല്ലാ സൃഷ്ടികളെയും അവൻ്റെ കീഴിലാക്കി. എന്നിട്ട് അവന് സ്വാതന്ത്ര്യവും കൊടുത്തു. അങ്ങനെ സ്വാതന്ത്ര്യമുള്ളവനായി നമ്മളെ സൃഷ്ടിച്ചു. വേണമെങ്കിൽ നമുക്കൊരു സ്വാതന്ത്ര്യമില്ലാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമകളാക്കി ദൈവത്തിന് നമ്മൾ സൃഷ്ടിക്കാമായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും തിന്മ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്ന ക്രൂര ജന്തുക്കളെ സൃഷ്ടിച്ച് നമ്മളെ നിലയ്ക്ക് നിർത്താമായിരുന്നു. പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും ആവശ്യം ദൈവത്തിനില്ല. ഒരു ബദൽ സംവിധാനം വേണമെങ്കിൽ ദൈവത്തിന് ഏർപ്പെടുത്താം. ഒരു മനുഷ്യൻ പോലും ഈ ഭൂമി പാപം ചെയ്യാതെ ജീവിക്കാൻ അവനെ വരച്ച വരെ നടത്താൻ ദൈവത്തിന് നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 11 അധ്യായം 17 മുതൽ 20 വരെ തിരുലിഖിതങ്ങൾ, രൂപരഹിതമായ പദാർത്ഥത്തിൽ നിന്ന് ലോകം സൃഷ്ടിച്ച അങ്ങയുടെ സർവശക്തമായ കരത്തിന് കരടികളുടെ കൂട്ടത്തെയോ ധീരസിംഹങ്ങളെയോ അവരുടെ മേൽ അയക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അജ്ഞാതമായ ക്രൂരജന്തുക്കളെ പുതുതായി സൃഷ്ടിക്കാമായിരുന്നു.
അല്ലെങ്കിൽ അഗ്നിമയമായ ശ്വാസം ഊതുന്നതോ കനത്ത ധൂമപടലം തുപ്പുന്നതോ കണ്ണിൽ നിന്ന് തീപ്പൊരി പാറുന്നതോ ആയവയെ അയക്കാമായിരുന്നു. അവ ആക്രമിക്കേണ്ട, അവയുടെ ദർശനം മാത്രം മതി മനുഷ്യരെ ഭയപ്പെടുത്തി നിശേഷം നശിപ്പിക്കാൻ. ശിക്ഷാവിധി പിന്തുടരുന്ന അവരെ അങ്ങയുടെ ഒറ്റ ശ്വാസത്താൽ നിഗ്രഹിക്കാമായിരുന്നു, അങ്ങയുടെ ശക്തിയുടെ ശ്വാസത്താൽ ചിതറിക്കാമായിരുന്നു. എന്നാൽ അങ്ങ് സർവവും എണ്ണി തൂക്കി അളന്ന് ക്രമപ്പെടുത്തിയിരിക്കുന്നു. ഒരു വ്യക്തി വ്യഭിചാരം ചെയ്യാൻ പോകാൻ ചിന്തിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയെ ഭയപ്പെടുന്ന തീ തുപ്പുന്ന ഒരു കരടി വേണമെങ്കിൽ ആ വ്യക്തിയുടെ അരികിൽ പ്രത്യക്ഷപ്പെടാൻ തക്കവണ്ണമുള്ള ഒരു ക്രമം ദൈവത്തിന് ഭൂമിയിൽ സൃഷ്ടിക്കാമായിരുന്നു. ഒരു വ്യക്തി മദ്യപിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ മേൽ തീ തുപ്പുന്ന ഒരു കരടി ക്ഷണനേരം കൊണ്ട് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ അഗ്നിയിൽ ദഹിപ്പിക്കുന്ന ഒരു സംവിധാനം വേണമെങ്കിൽ ദൈവത്തിന് സൃഷ്ടിക്കാമായിരുന്നു. എന്നാൽ വിശുദ്ധ ലിഖിതം രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ദൈവം അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തുന്നില്ല. അവനെ സ്വാതന്ത്ര്യത്തോടെ സൃഷ്ടിച്ചിട്ട് അവൻ്റെ മുമ്പിൽ നന്മയും തിന്മയും വെച്ചിരിക്കുകയാണ്. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്വാതന്ത്ര്യം ഞാൻ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. ഞാനും നിങ്ങൾ ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അന്തിമ വിധിനാളിൽ ഒന്നുകിൽ ഞാൻ നരകത്തിലേക്ക് അല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിലേക്ക്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഇതാ ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ സമയത്തും ഈ സ്വാതന്ത്ര്യം പാപത്തിന് വേണ്ടി തീരുമാനമെടുക്കാനാണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിൽ, ഈ പാപത്തിന് വേണ്ടി തീരുമാനം എടുക്കാനാണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിൽ, മരിക്കുന്ന സെക്കൻഡിൽ നിത്യ നരകാഗ്നിയിലേക്ക് ഞാൻ നിങ്ങളെ നിപതിക്കും. 1035 ഖണ്ഡികയിൽ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്, നരകത്തിൻ്റെ അസ്തിത്വത്തെയും അതിൻ്റെ നിത്യതയെയും സഭയുടെ പ്രബോധനം സ്ഥിരീകരിക്കുന്നു. മാരക പാപത്തിൻ്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നരകത്തിലേക്ക് നിവദിക്കുന്നു. അവിടെ അവർ നിത്യാഗ്നിയായ നരക പീഡനങ്ങൾ അനുഭവിക്കും. എന്താ മാരക പാപത്തിൻ്റെ അവസ്ഥ? മാരക പാപത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് മനഃപൂർവ്വം നന്മ അവിടെ ഉണ്ടായിട്ടും തിന്മ തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തി മാരക പാപത്തിലിരിക്കുന്നു. അങ്ങനെ മാരക പാപത്തിൽ നിരന്തരം തുടരുകയാണെങ്കിൽ അവസാന സെക്കൻഡ് വരെ മാരക പാപത്തിൽ തുടരാനുള്ള തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, അന്ത്യവിധി നാൾ വരുമ്പോൾ അല്ലെങ്കിൽ അവനവൻ്റെ ന്യായവിധി വരുമ്പോൾ ഞാനും നിങ്ങളും വലിയ വേദനയുടെയും വിലാപത്തിൻ്റെയും നെടുവീർപ്പിൻ്റെയും പല്ലുകടിയുടെയും ഒരവസ്ഥയിലേക്ക് നീക്കപ്പെടുമെന്ന് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുകയാണ്. എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ജെറമിയ പ്രവാചകന്റെ ഗ്രന്ഥം 30-ാം അധ്യായം 6-ാം തിരുലിഖിതം, പുരുഷന് പ്രസവ വേദന ഉണ്ടാകുമോ എന്ന് ചോദിച്ചറിയുവിൻ. ഈറ്റുനോവ് പിടിച്ച സ്ത്രീയെ പോലെ പുരുഷന്മാരെല്ലാവരും നടുവിന് കയ്യും കൊടുത്ത് നിൽക്കുന്നതും എല്ലാ മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ ഈ കാണുന്നത് എന്തുകൊണ്ട്? പ്രിയ ദൈവ പൈതലേ, ഒരു നാൾ വരും, ഈ പ്രവൃത്തിയുടെ എല്ലാ ഉത്തരവാദിത്വം ഏൽക്കേണ്ട ഒരു നാള്. എൻ്റെ സ്വാതന്ത്ര്യം എങ്ങനെ വിനിയോഗിച്ചു എന്ന് അളന്ന് തൂക്കി തിട്ടപ്പെടുത്തുന്ന മണിക്കൂറുകളും മിനിറ്റുകളും വരും എന്ന് അറിയണമെന്ന് തിരുലിഖിതം ആഗ്രഹിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് നൽകപ്പെട്ടിരിക്കുന്ന ദിവസങ്ങളും കാലങ്ങളെല്ലാം കഴിഞ്ഞു പോകും. ഈ ഭൂമിയും പ്രപഞ്ചവും കടന്നു പോകും. എൻ്റെ ജീവിതവും കടന്നു പോകും. എൻ്റെ എല്ലാ മണിക്കൂറുകൾക്കും എൻ്റെ എല്ലാ മിനിറ്റുകൾക്കും കണക്ക് കൊടുക്കാൻ എൻ്റെ സ്വാതന്ത്ര്യം എങ്ങനെ ഞാൻ ഈ ഭൂമുഖത്ത് വിനിയോഗിച്ചു എന്ന് കണക്ക് എടുക്കപ്പെടുന്ന, എല്ലാം അളന്നു തൂക്കി തിട്ടപ്പെടുത്തുന്ന ആ മണിക്കൂറുകളിൽ പുഞ്ചിരി തൂകി സുസ്മേര വദനം നിൽക്കാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ വിവേകത്തോടെ ജീവിക്കാൻ അനുഗ്രഹിക്കണമേ കർത്താവേ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7:15 വിവേകത്തോടെ ചിന്തിക്കാനും സ്വാതന്ത്ര്യം ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് ഉപയോഗിക്കാനും ഈ ഭൂമിയിൽ കർത്താവെ തിരിച്ചറിവിൻ്റെ അഭിഷേകം നൽകണമേ. എല്ലാ താന്തോന്നിത്വത്തിൻ്റെയും വഷള സ്വഭാവത്തിൻ്റെയും മൂഢതയുടെയും തന്നിഷ്ടപ്രകൃതി അരൂപികളെ അവിടുന്ന് തകർക്കണമേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. തന്നിഷ്ടത്തിൻ്റെ അരൂപികളെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. എല്ലാ താന്തോന്നിത്വത്തിന് വഷള സ്വഭാവത്തിൻ്റെ അരൂപികളെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. വിട്ടുമാറിപ്പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുസരണത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, ദൈവസ്നേഹത്തിന്റെ ആത്മാവ് ഈ ദാസീദാസന്മാരുടെ മേൽ ഇപ്പോൾ അത്ഭുത അഭിഷേകമായി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ.
ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ തെളിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദിവ്യകാരുണ്യമായെൻ്റെ ഉള്ളിൽ ഈശോ ഇന്നു വാഴാനെത്തും നേരം മനസ്സൊരു മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി. വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ, ഭാഗ്യമേ. ഈ നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാ കുടുംബാംഗങ്ങളെയും ഈശോയുടെ തിരുസന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ കുടുംബത്തിൽ രോഗികളായി കിടക്കുന്ന കുടുംബാംഗങ്ങൾ, ജോലി തടസ്സങ്ങളിൽ ഇരിക്കുന്നവർ, പ്രാർത്ഥനയിൽ നിന്ന് വീണുപോയവർ, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവർ, വഴക്കിലും കലഹത്തിലിരിക്കുന്നവര്, പഠിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങള്, അനുസരണക്കേട് നിമിത്തം ദൈവകൃപ നഷ്ടപ്പെട്ടവര്, എല്ലാ അവസ്ഥയിരിക്കുന്ന കുടുംബാംഗങ്ങളെയും ദിവ്യകാരുണ്യ ഈശോയുടെ അരികിലേക്ക് കൊണ്ടുവരാം. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്താം. യേശുവേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കട്ടെ. യേശുവേ, 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 യേശുവേ. യേശുവിന്റെ നാമത്തിൽ തിന്മകൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അന്ധകാര പീഡകളുടെ കോട്ടകൾ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദുർബാധകൾ ഒഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങളെ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പഠനത്തിന്റെ തടസ്സങ്ങൾ കുട്ടികളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ പരാജയങ്ങളും പരാജയത്തിന്റെ ശക്തികളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവിന്റെ നാമത്തിൽ ജോലി തടസ്സങ്ങൾ മാറി വഴികൾ തെളിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, നന്ദി. യേശുവേ, ആരാധന. എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ, ഭാഗ്യമേ. എൻ്റെ പേര് ബിജി, വീട് കുരിശുമൂട്ടിലാണ്. എൻ്റെ സഹോദരിക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. സഹോദരി കാനഡയിലാണ്. അവൾ 3ാമത് പ്രഗ്നൻ്റ് ആയപ്പോൾ 3 മാസമായപ്പോൾ ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ട് പറഞ്ഞു അബോർഷൻ ചെയ്യണം, കുട്ടിക്ക് വൈകല്യമുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഒക്ടോബറിലും സെപ്റ്റംബറിലും അഭിഷേകാഗ്നി അട്ടപ്പാടിയിൽ പോയിട്ട് ആദ്യ വെള്ളിയാഴ്ച അഭിഷേകാഗ്നി കൺവെൻഷൻ, ഒരു ദിവസം കൺവെൻഷൻ ഉണ്ട്. ഒരു ദിവസം കൺവെൻഷനിൽ ഇവിടുന്ന് വന്നങ്ങോട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്നിട്ടോ അവിടെയും വന്ന് പ്രാർത്ഥിച്ചു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് എഴുതിയിട്ടു. ഈ ഡിസംബർ 5-ാം തീയതി കുട്ടി ഉണ്ടായി. യാതൊരു വൈകല്യവുമില്ല. ഒരു വൈകല്യവും ഇല്ലാത്ത പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുട്ടിയെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. ഡോക്ടർമാർ ചെക്കപ്പ് ചെയ്ത് നോക്കിയപ്പോൾ അംഗവൈകല്യത്തോടു കൂടിയ കുട്ടീനാണ് ഉദരത്തിൽ കണ്ടത്. പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല. കുട്ടിയുടെ ഫോട്ടോയുമായിട്ട് ഞാൻ ഫോട്ടോയും കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെറുതെ അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഫോട്ടോയും കൊണ്ടുവന്ന് ഒരു അംഗവൈകല്യം ഇല്ലാതെ പരിപൂർണ്ണ ആരോഗ്യത്തിലുള്ള കുട്ടിയെ ഫോട്ടോയുമായിട്ട് ഇവിടെ വന്ന് കർത്താവിനെ സാക്ഷ്യപ്പെടുത്തി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഡോക്ടർമാർ പറഞ്ഞത് വെറുതെ അല്ല. അവർ സ്കാനിങ് നടത്തിയപ്പോൾ കണ്ട കാര്യമാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇവർ അതിനേക്കാൾ വലിയ വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് ദൈവസന്നിധികൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ അത്ഭുത ഫലമായിട്ട് ആ കുട്ടിയെ പ്രസവിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അംഗവല്യം ഇവർ പറഞ്ഞ് അബോർഷൻ ചെയ്യുന്ന കാര്യം പ്രശ്നമില്ല, കുട്ടി ഏതവസ്ഥയെ ദൈവം തന്നാലും ആ അവസ്ഥ സ്വീകരിക്കും എന്ന് പറഞ്ഞു. അതാണ് ഒരു വിശ്വാസി.
പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കണ്ണില്ലെങ്കിൽ കണ്ണില്ല, കാതില്ലെങ്കിൽ കാലില്ല, കാലില്ലെങ്കിൽ കാലില്ല, എന്തവസ്ഥ ദൈവം തരുന്നോ ആ അവസ്ഥ കുട്ടീനെ സ്വീകരിക്കും തീരുമാനം എടുത്ത്. എന്നിട്ട് കർത്താവിനോട് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ച് പ്രസവിച്ചപ്പോൾ യാതൊരു അംഗവൈകല്യം ഇല്ലാതെ പരിപൂർണ്ണ ആരോഗ്യമുള്ള കുട്ടിയെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ ആരാധിക്കാം. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു.